ഒരൊറ്റ രാത്രി കൊണ്ട് കുറെ സമയമായി ബാക്കിയിരുന്ന 10 അസൈൻമെന്റ്സ് ചലഞ്ച് ആക്കി വളരെ ചില്ലായിട്ട് കംപ്ലീറ്റ് ആയി സബ്മിറ്റ് ആക്കുന്ന വീഡിയോ ആണ് ഇത്. അപ്പൊ തുടങ്ങും. ചാലഞ്ച് ഒക്കെ ഈസി ആയിട്ട് കൊടുത്തു, പക്ഷെ എഴുതാൻ തുടങ്ങുമ്പോൾ അറിഞ്ഞു ഇത് കുറെ പണിയുണ്ടെന്ന്. എന്നാലും ഞാൻ വിട്ടില്ല. പണ്ട് പാണ്ടിപ്പടയിലെ അണ്ണൻ പറഞ്ഞ പോലെ പഠിച്ചവൻ പെരിയവൻ എന്ന ഡയലോഗ് കേട്ട് +2 കഴിഞ്ഞ് ഡിഗ്രി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. ആ ടൈമിൽ കൊറോണ വന്ന് എന്തൊക്കെ നടന്നു പെട്ടുകൈ. അത് കഴിഞ്ഞ് വിക്രമാദിത്യൻ ഫിലിം കണ്ട് മോട്ടിവേറ്റ് ആയ ഞാൻ ഡിസ്റ്റൻസ് ആയി ഡിഗ്രി എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിപ്പോ ഈ അസൈൻമെന്റ്സ് ഒക്കെ എഴുതുന്നത്. ഈ അസൈൻമെന്റ്സ് ഒക്കെ എഴുതുന്നവരെ സമ്മതിക്കണം. മുമ്പ് +2 എഴുതിയ ഓർമ്മയേ ഉള്ളൂ. ചാറ്റ് GPT ഒക്കെ നോക്കി എഴുതാത്തത് കൊണ്ട് പെട്ടെന്ന് അസൈൻമെന്റ് കംപ്ലീറ്റ് ആയി. അന്നൊക്കെ ദിവസങ്ങളോളം എഴുതിയ അസൈൻമെന്റ് ഇപ്പോൾ ഒരൊറ്റ മണിക്കൂറിൽ ഓരോ അസൈൻമെന്റ് കംപ്ലീറ്റ് ആക്കും. മനസ്സിലായി ഇപ്പോഴത്തെ ടെക്നോളജി. നമുക്ക് മനസ്സിൽ തോന്നിയ കാര്യം നടന്നു കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ. അസൈൻമെന്റ് സബ്മിറ്റ് ആക്കാൻ മാംഗ്ലൂർ പോകണം. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്. സർവീസ് റോഡിൽ വണ്ടി ഓടിക്കുന്ന എന്നെ ഫ്ലൈ ഓവർ വിളിച്ചു. ഞാൻ സർവീസ് റോഡിൽ തന്നെ ഓടി. പിന്നെ പകുതി എത്തുമ്പോൾ പിന്നെ കയറി. ഈ റോഡിന്റെ പണികളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ റോഡിൽ പോകാൻ പറ്റൂല. 2 വീലേഴ്സ് നോ എൻട്രി. മാംഗ്ലൂർ നോക്കി അറിയാത്ത അവൾ ആദ്യമായി ആ കോളേജിന്റെ പടിവാതിൽ കണ്ടു. അസൈൻമെന്റ് സബ്മിറ്റ് ആക്കി പുറത്തു വരുമ്പോൾ അവൾക്ക് വല്ലാതെ വിശപ്പ്. നേരെ ഫുഡ് അടിക്കാൻ സ്പോട്ട് തപ്പി. ഞാനൊരു ദോശ സ്പോട്ടിൽ നിർത്തി. പക്ഷെ അവൾക്ക് ഒരേ വാശി, പിസ്സ. മാംഗ്ലൂരിൽ അന്നൊരു പിസ്സ കഴിച്ചതേ ഓർമ്മയുള്ളൂ. അതുകൊണ്ട് എനിക്ക് വേണ്ടതെന്ന് അവൾക്ക് മണം അടിച്ചപ്പോൾ വയർഫുള്ളായി. ഓർഡർ ആക്കിയ ഫുഡ് വേസ്റ്റ് ആക്കണ്ട വിചാരിച്ച് ഞാൻ എന്നെ ഫുഡ് കഴിച്ചു. പിന്നെ ഒരു ജ്യൂസും ബാക്കി വെച്ചു, അതും ഞാൻ കഴിച്ചു. മൊത്തത്തിൽ വിശപ്പായത് അവൾക്ക്, വയർ നിറഞ്ഞത് എനിക്ക്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരൊന്ന് മെൻഷൻ ചെയ്യൂ. പിന്നെ ഒരു കാര്യം, പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കുക, അല്ലെങ്കിൽ പശ്ചാത്താപിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. അപ്പൊ ഫോളോ ആക്കിക്കോ.